ആപ്കി അദാലത്തിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായ മോഹൻ യാദവിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തെറ്റായ പാതയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ ഉജ്ജയിനിയിലുള്ള മഹാകാൾ എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. അതായത് ജനങ്ങൾ പറയാറുണ്ട് മഹാകാളിന്റെ സന്നിധിയിൽ ഏതൊരു രാജാവും രാത്രിയിൽ താമസിക്കാറില്ലെന്ന്. വൈകുന്നേരം ആരായാലും തിരിച്ചുപോകും, ഇത് മഹാകാളിന്റെ ദേശമാണെന്ന്. താങ്കൾ മുഖ്യമന്ത്രിയായി താങ്കൾക്കൊരു വാണിംഗും നൽകിയിരുന്നു. പക്ഷേ താങ്കൾ അതിന് വിപരീതമായി ഉജ്ജയിനിയിൽ ഒരു രാത്രി പോയി താമസിക്കുകയും ചെയ്തു. അതായത് ചില സമയത്ത് ഒരു കാരണവുമില്ലാതെ പുരാതന കഥകൾ ഉണ്ടാക്കും, കള്ളക്കഥകൾ പറയും. നിങ്ങൾ തന്നെ പറയും, 1947 ശേഷം ഈ രാജ്യത്ത് ഏത് രാജാവ് ഉണ്ടായിരുന്നു? ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. രാജഭരണം കഴിഞ്ഞതോടുകൂടി രാജാക്കന്മാരും തീർന്നു. ഇപ്പൊ ഡെമോക്രാറ്റിക്കലി തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളാണുള്ളത്. ഇപ്പൊ രാജാവില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ രാജാവ് നഗരസഭയിൽ രാജാവ് ഭരിക്കില്ല എന്നൊരു കഥ പറഞ്ഞു. അപ്പൊ ബാബ മഹാകാൾ അതിർത്തിയിലായിരിക്കോ? എത്രമാത്രം കള്ളം പറയും. നമ്മൾ ബാബ മഹാകാളിന്റെ കണ്ണിൽ പെട്ടുകഴിഞ്ഞാൽ ആർക്കെങ്കിലും ജീവനോട് ഇരിക്കാൻ പറ്റോ? നിങ്ങൾ തന്നെ പറയൂ. അവസാനത്തെ കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മുടെ മാതാപിതാക്കൾക്ക് സമമാണ്. അദ്ദേഹം നമ്മുടെ ജീവിതകാലം മുഴുവൻ സന്തോഷവും ആയുസ്സും നൽകും. അദ്ദേഹം എങ്ങനെ നമ്മുടെ ജീവൻ എടുക്കും? ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ ആയുസ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ലോകത്തുള്ള ഒരു ശക്തിക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. അതുപോലെ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ അഭിമാനമാണ്. ഇതാണ് സനാതന സംസ്കാരം. താങ്കൾ അതിരാവിലെ എഴുന്നേറ്റതിന് ശേഷം മറ്റുള്ളവരൊക്കെ ഫോണിൽ വാട്സപ്പിൽ നോക്കും. ചിലരാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്ത് മെസ്സേജാണ് വന്നിരിക്കുന്നതെന്ന് നോക്കും. മറ്റു ചിലർ ഫേസ്ബുക്ക് നോക്കും, ട്വിറ്റർ നോക്കും. താങ്കൾ ബസ്മാർത്തിയാണ് നോക്കുന്നത്. ഞാൻ ബാബ മഹാകാളിന്റെ ഭക്തനാണ്. അതായത് ഭസ്മാരതിയിൽ ജീവിതത്തിനൊരു അർത്ഥം ലഭിക്കും. നിങ്ങളത് കാണാൻ പോയാൽ ആ ഭസ്മാരതിയിൽ ഏകദേശം 2 മണിക്കൂർ ആ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ഭസ്മാരതി തുടങ്ങുമ്പോൾ ജലത്തിൽ തുടങ്ങി ജലത്തിൽ തന്നെ അത് നിങ്ങളുടെ മുൻപിൽ അവസാനിക്കും. അതായത് ജനനം തൊട്ട് മരണം വരെ ഭസ്മാരതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ലോകത്ത് ആര് ജനിച്ചാലും ഒരു ദിവസം അവർ മരിക്കണം. പക്ഷേ ജീവിക്കുന്ന കാലത്ത് ദൈവം നമുക്ക് ആവശ്യമുള്ള സമയം നൽകിയിട്ടുണ്ട്. ആ സമയം നേരാം വിധം പ്രയോജനപ്പെടുത്തണം. അതാണ് ഭസ്മാരതി. ആ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ നന്നായിരിക്കുന്നു. ഇന്നേ ദിവസം നന്നായി തീരണം. നാളത്തെ കാര്യം നാളെ നോക്കാം എന്നേ ഞാൻ വിചാരിക്കൂ. അതുപോലെ തന്നെ താങ്കൾ ഈ കാലഘട്ടത്തിലെ ജനങ്ങളോട് പറയുകയാണ്, ഒരുപക്ഷെ സമയം നോക്കുകയാണെങ്കിൽ ഉജ്ജയിൻ ഘടികാരത്തിലേക്ക് നോക്കണം എന്നാണ് പറയുന്നത്. വിക്രമാദിത്യ ഘടികാരത്തിലേക്ക് നോക്കണം. ഈ GMT എല്ലാം ഒന്നും തന്നെ അല്ലെന്ന് പറയുന്നു. അതായത് ഇത് കാലത്തിന്റെ നഗരമാണ്, മഹാകാളിനി നഗരം. മഹാകാളിനി നഗരം എന്ന് പറഞ്ഞാൽ സമയത്തിന്റെ നഗരമാണ്. ഞാൻ ഇതൊന്ന് സയന്റിഫിക്കായി പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അതായത് ഏകദേശം 300 വർഷങ്ങൾക്ക് മുൻപ് സ്റ്റാൻഡേർഡ് ടൈം ഇന്ത്യയുടെ സമയമേ പറയൂ. ഉജ്ജയിൻ എന്ന് പറഞ്ഞാൽ ഉജ്ജയിനല്ല. ഉജ്ജയിൻ എന്ന് പറയുന്നത് മുഴുവൻ ഇന്ത്യയുടെ പ്രതിഫലനമാണ്. സോ നമ്മുടെ സ്റ്റാൻഡേർഡ് ടൈം ഉജ്ജയിനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇത് 300 വർഷങ്ങൾക്ക് മുൻപ് 50 വർഷം വരെ ലോക സമയം ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ നിന്നാണ് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം 250 വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷ് കീഴടക്കിയപ്പോൾ ഗ്രീൻവിച്ച് സ്റ്റാൻഡേർഡ് ടൈം എന്ന് മാറ്റി. ഈ ഗ്രീൻവിച്ചിന്റെ അടിസ്ഥാനത്തിൽ രാത്രി 12 മണിയാവുമ്പോൾ സമയം മാറണം. ഇതൊന്നും തന്നെ സയന്റിഫിക് അല്ല. ഇത് അവരുടെ അധികാരം ലോകം മുഴുവൻ നിലനിർത്താനായി അവർ സൃഷ്ടിച്ച ഒരു അളവുകോലാണ്. അവരാണ് ആ സ്റ്റാൻഡേർഡ് ടൈം തീരുമാനിച്ചത്. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ വിവാദത്തിൽ കൊണ്ടുവരണം, ചിന്തിക്കണം, എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരണം. ഈ കാര്യത്തിൽ എനിക്ക് അഭിമാനകരമായ ഒരു വിഷയം, അതായത് നമ്മുടെ IIT ഇൻഡോർ, പിന്നെ വിക്രം യൂണിവേഴ്സിറ്റി ഉജ്ജയിൻ, പിന്നെ മറ്റുള്ള സ്റ്റേറ്റിലുള്ള ചില സ്റ്റുഡൻസ്, പിന്നെ നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്ത് ഉള്ളവർ മാത്രമല്ല പല അയൽ രാജ്യത്തുള്ളവരുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രീൻവിച്ച് സമയത്തിന് പകരം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം വേണം വരാൻ. ആ ഗവേഷണത്തിലാണ്. ഇന്നല്ലെങ്കിൽ എന്നെങ്കിലും അത് വരും, അത് ഉറപ്പാണ്. മോഹൻ സാർ, ഇപ്പോൾ എല്ലാവരുടെ കൈവശവും മൊബൈലുണ്ട്. ലോകത്തിന്റെ ഏത് മൂലയിൽ നിന്ന് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും സമയം നോക്കാം. പക്ഷെ സൂര്യൻ എപ്പോഴും പുറത്തേക്ക് വരില്ലല്ലോ. കാര്യങ്ങളും മനസ്സിലാക്കാം. സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ, ചന്ദ്രൻ പ്രകാശിക്കുന്നുണ്ടോ, എല്ലാം കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ. അതിൽ വ്യത്യാസമുണ്ട്. രാത്രി 12 മണിക്ക് ആരെങ്കിലും ദിവസം ചെയ്യേണ്ട ജോലി തുടങ്ങും.
നിങ്ങൾ തന്നെ പറയും, നമ്മളിൽ ആരെങ്കിലും രാത്രി 12 മണിക്ക് നമ്മുടെ ഇവിടെയുള്ള ജോലി പലരും തുടങ്ങും? 12 മണിക്കാണ് അത് തുടങ്ങുന്നത്. വേറെ വഴിയില്ല. ഞാൻ അതിനെ വിസമ്മതിക്കുന്നുമില്ല, ഞാൻ അതിനെ എതിർക്കുന്നുമില്ല. ഞാൻ എതിർക്കുന്നില്ല, പക്ഷെ എന്റെ അഭിപ്രായവും പറയണ്ടേ? എന്നെപ്പോലെ ഇനിയും ധാരാളം പേരുണ്ട്. സൂര്യൻ ഉദിക്കുമ്പോഴാണ് നമ്മുടെ ദിവസം തുടങ്ങുന്നത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ആഘോഷിക്കും. ഇതിലെന്താ പ്രശ്നം? നമ്മുടെ സംസ്കാരത്തിൽ സർവേ ഭവതു സുഖീനക, എല്ലാവരും സന്തോഷവാന്മാരാണ്. അതും സത്യമാണ്. ഇന്ത്യയുടെ ബഹുമാനവും അഭിമാനവും വിദേശത്ത് വർദ്ധിക്കുന്നത് പോലെ നമ്മൾ ചെയ്യണം. താങ്കൾ എപ്പോഴും മഹാകാളറിനെ കുറിച്ച് സംസാരിക്കുന്നു, ശക്തിയെക്കുറിച്ച് സംസാരിക്കുന്നു, ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ നോക്കുകയാണെങ്കിൽ അതേ മഹാകാളറിന്റെ സ്ഥലത്ത് കൊടുങ്കാറ്റ് വന്നു, ദൈവത്തിന്റെ വിഗ്രഹങ്ങളൊക്കെ നിലംപരിശായി. ബാബ മഹാകാളന്റെ മഹാലോകത്ത് തുടക്കകാലത്ത് ശില്പങ്ങൾ നിർമ്മിക്കപ്പെട്ടപ്പോൾ അത് പറയുകയാണെങ്കിൽ അതൊന്ന് കല്ലുകൊണ്ടുള്ള ശില്പങ്ങളല്ല. സമയക്കുറവ് കാരണം, അതായത് പ്ലാസ്റ്റിക് പോലുള്ള ശില്പങ്ങൾ ഉണ്ടാക്കി, പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കി. പക്ഷേ അതൊരു മോഡൽ പോലെയാണ് നിർമ്മിക്കപ്പെട്ടത്. മഹാശിവന്റെ കുടുംബം ഇങ്ങനെയായിരിക്കുമെന്ന്. ബാബ മഹാകാളനെയും ചേർത്ത് ഗണപതിയുടെ കഥകൾ വരണം, പിന്നെ പാർവതി അമ്മയുടേത് വരണം, പിന്നെ കാർത്തികേയന്റേത് വരണം. മഹാശിവന് 2 വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. ആദ്യത്തേത് ശക്തി ദേവിയോടൊപ്പവും രണ്ടാമത്തേത് പാർവതി ദേവിയോടൊപ്പവും. അതുകൊണ്ട് ദൈവം പരമശിവന്റെ കുടുംബം കാണിക്കാനായി എല്ലാ ശില്പങ്ങളും വെച്ച് മഹാകാളന്റെ സന്നിധി തുറക്കപ്പെട്ടു. പക്ഷെ ഇതും സത്യമാണ്, നമ്മുടെ അമ്പലങ്ങളിൽ എപ്പോൾ വിഗ്രഹങ്ങൾ സ്ഥാപിക്കപ്പെട്ടാലും അത് കല്ലുകൊണ്ടുള്ളതോ അല്ലെങ്കിൽ ലോഹം കൊണ്ടുള്ളതോ ആയിരിക്കും. ആ സമയത്ത് വലിയൊരു കൊടുങ്കാറ്റ് വന്നു, ചില സമയത്ത് വലിയ ഭൂകമ്പമുണ്ടാകും. അപ്പോൾ എന്തു വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ അഭിമാനിക്കാൻ തക്കതായ കാര്യം എന്താണെന്ന് വെച്ചാൽ, കല്ലുകൊണ്ടുള്ള വിഗ്രഹങ്ങൾ ചെയ്യാൻ പ്രയത്നിക്കുന്നു, ഇനി ആ പ്രശ്നം ഒരിക്കലും വരില്ല, എല്ലാം നന്നായി നടക്കും. താങ്കൾ മധ്യപ്രദേശിനെ കുറിച്ച് പല കാര്യങ്ങളും പറയുന്നു, പല വിമർശനങ്ങളും ഉണ്ടാകുന്നു. ഈയിടയ്ക്ക് റീസെന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. താങ്കൾ പറയുന്നു മധ്യപ്രദേശിനെ ഒരു മിൽക്ക് ക്യാപിറ്റലായിട്ട് ഞാൻ മാറ്റുമെന്ന്, പാൽ നദികൾ ഓടുന്നത് പോലെ മാറ്റുമെന്നും പറയുന്നു. പക്ഷെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്നത് താങ്കൾ മധ്യപ്രദേശിനെ ഒരു മദ്യപാന സ്ഥലമാക്കി മാറ്റിയെന്ന്, താങ്കൾ സ്ത്രീകളെ മദ്യപാനികളാക്കി മാറ്റിയെന്നും പറയുന്നു. ഇന്ത്യയിൽ സ്ത്രീകൾ കൂടുതൽ മദ്യപിക്കുന്നത് മധ്യപ്രദേശിലാണ്. ഇത് ഏത് കോൺഗ്രസ് നേതാവ് പറഞ്ഞോ? ഞാൻ കോൺഗ്രസിനെ കുറിച്ച് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നു വെച്ചാൽ, കോൺഗ്രസിലെ വലിയ വലിയ നേതാക്കന്മാർ സ്ത്രീകളെ ഐറ്റം എന്നാണ് സംബോധന ചെയ്യുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ അവസ്ഥ അങ്ങനെയായത്. കണ്ണുകൾ കാണിക്കുന്നുണ്ട്, സ്ത്രീകളാരും മദ്യം കഴിക്കുന്നില്ല. അവര് രാത്രി മദ്യപിച്ചതിന്റെ കെട്ടിറങ്ങാത്തതുകൊണ്ട് അവർക്ക് അങ്ങനെ തോന്നുക. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിൽ അവരെഴുതിയ കാര്യങ്ങളാണ്. ലഹരിയുടെ പുതിയ കേന്ദ്രമാണ് മധ്യപ്രദേശ്. ഭോപ്പാലിൽ പിടിച്ചെടുത്ത 1814 കോടി മതിപ്പുള്ള MDMA ഡ്രഗ്സ്. ജഗദീഷ്പൂരിൽ മയക്കുമരുന്നിന്റെ ഫാക്ടറി, 920 കോടി രൂപയുടെ ഡ്രഗ്സ് പിടിച്ചെടുത്തു. ഭോപ്പാലിൽ രാജധാനി എക്സ്പ്രസിൽ പിടിച്ചെടുത്ത 24 കോടി രൂപ മതിപ്പുള്ള വിദേശ കഞ്ചാവ്. എന്നെക്കാളും അധികം നിങ്ങൾ തന്നെ പറഞ്ഞു. ഞങ്ങൾ നടപടി സ്വീകരിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്, ഞങ്ങൾ എടുക്കാതിരുന്നില്ലല്ലോ. ഞങ്ങൾ എമർജൻസിയായി എടുത്ത ആക്ഷൻ കാരണം പോലീസ് പെട്ടെന്ന് നടപടിയിൽ ഇറങ്ങി. രാജ്യത്തിന്റെ മധ്യത്തിലാണ് മധ്യപ്രദേശ്. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എവിടെ നിന്നെങ്കിലും ഇങ്ങനെയുള്ള മയക്കുമരുന്നുകൾ പുറത്തേക്ക് പോയാൽ നമ്മുടെ പോലീസ് അവരെ പിടിക്കും. അത് ഞങ്ങൾക്ക് അഭിമാനമാണ്. കോൺഗ്രസിന്റെ സമയത്ത് ഇങ്ങനെ സംഭവിച്ചില്ലല്ലോ, കാരണം അവരുടെ പ്രവൃത്തി അങ്ങനെയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ സർക്കാർ അവരെ പിടിക്കുക മാത്രമല്ല, പിടിച്ച കുറ്റവാളികൾക്ക് കഠിനമായ ശിക്ഷയും നൽകുന്നു. നിങ്ങളുടെ ചാനലിൽ തന്നെ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ വലിയ മാളികകൾ തകർത്തു. അതിനുള്ള കാരണം തന്നെ ഇതാണ്. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന എത്ര വലിയ ആളാണെങ്കിലും ഞങ്ങളുടെ സർക്കാർ അവരെ വിടില്ല. ഇതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മധ്യപ്രദേശിൽ മദ്യം ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ടോ? അതുപോലെ മദ്യത്തിന്റെ വിൽപ്പനയും കൂടിയിട്ടുണ്ടോ? അതായത് ന്യൂസ് പേപ്പറിൽ വിവരം വന്നു, ഇന്ത്യയിൽ ഒരു സംസ്ഥാനം 19 നഗരങ്ങളിൽ മദ്യനിരോധനം നടപ്പാക്കി നമ്മുടെ ശക്തി കാണിച്ചിരിക്കുന്നു. അതായത് നമ്മൾ മദ്യം നിരോധിക്കുന്നു, ഏറ്റവും കുറഞ്ഞത് മദ്യപിക്കുന്നതിന്റെ അളവ് കുറയ്ക്കും, അത് സംസ്ഥാനത്ത് അനുവദിക്കുകയുമില്ല. പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാർ മറ്റൊരു കുറ്റവും ആരോപിക്കുന്നുണ്ട്. താങ്കളുടെ മകന്റെ വിവാഹം ആരോടും പറയാതെ നടത്തി, പിശുക്ക് കാണിച്ച് ചെലവ് പോലും നടത്താതെ പാർട്ടി പോലും നടത്തിയില്ലെന്ന്. നമ്മൾ എത്ര വലിയ പദവിയിൽ എത്തിയാലും, അതായത് നമ്മൾ ഓരോ പരിപാടിയിലും ഓരോ കാര്യങ്ങളിലും സമുദായത്തിന് ഒരു മെസ്സേജ് നൽകണം.
ഞാനാണ് വലിയ ആളെന്ന് കാണിക്കാൻ ഗ്രാൻഡായി വിവാഹം നടത്തിയാൽ പാവപ്പെട്ടവൻ അത് കണ്ട് ചെയ്യണമെന്ന് വിചാരിച്ച് കടം മേടിച്ച് നശിക്കും. വിവാഹം താനെ നടക്കണം. അതെന്തിനാ ഗ്രാൻഡായി ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഇതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ മുഖ്യമന്ത്രി ആണെങ്കിലും ഒരു 50 പേര് ചേർന്ന് ഒരു വിവാഹം നടത്തിക്കൂടെ? അങ്ങനെയാണ് എൻ്റെ മകന്റെ വിവാഹം ഞാൻ നടത്തിയത്. പക്ഷേ ഇത് ഒരു തലതിരിഞ്ഞ മാർഗമല്ലേ? സാധാരണയായി ഒരു മുഖ്യമന്ത്രിയുടെ മകന് വിവാഹം നടക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ജനങ്ങളെ വിളിക്കും, എല്ലാവർക്കും വിരുന്നും വയ്ക്കും. അതായത് ഒരു മുഖ്യമന്ത്രിയുടെ മകനായതുകൊണ്ട് 1,00,000 ആളുകൾക്ക് വിരുന്ന് നൽകുന്നത് തെറ്റാണ്. ഞാൻ നിങ്ങളോട് തുടക്കത്തിലെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയാണെങ്കിലും ശരി, മന്ത്രിയാണെങ്കിലും ശരി, അതായത് ഉയർന്ന സ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് സിംപ്ലിസിറ്റി എന്താണെന്ന് കാണിക്കാനായി ഇതിനേക്കാളും നല്ലൊരു അവസരമില്ല. ഞാൻ വളരെ താഴ്മയോടുകൂടി കൈകൂപ്പി ചോദിക്കുകയാണ്, ആരായിരുന്നാലും ആർഭാടം ഒരിക്കലും ഒന്നിലും കാണിക്കരുത്. ഇതാണ് എന്റെ മെസ്സേജ്. താങ്കൾ പുഷ്കർ ഘാട്ടിൽ വെച്ച് വിവാഹം നടത്തി. അവിടെയുള്ളൊരു ഫോട്ടോ ജനങ്ങൾ കണ്ടിരുന്നു. താങ്കളുടെ ഭാര്യ സീമ യാദവ് തന്റെ ഭർത്താവായ മോഹൻ യാദവിന്റെ പാദങ്ങൾ കഴുകുന്നതുപോലെ. ഇത് നമ്മുടെ സംസ്കാരമാണ്. അതോർത്ത് ഞാൻ അഭിമാനിക്കുന്നു. അമ്മമാരുടെയും സഹോദരിമാരുടെയും ജീവിതം അതിശയകരമാണ്. പ്രത്യേകിച്ച് സഹോദരിമാരുടെ വിവാഹശേഷമുള്ള ജീവിതം. അതായത് വിവാഹത്തിന് മുമ്പ് തന്റെ അമ്മയുടെ വീട്ടിൽ അവൾ ഓമന പുത്രിയായിരിക്കും. ആ കുടുംബത്തിലുള്ള ഓരോരുത്തരോടും ബഹുമാനവും സ്നേഹവും അവൾ കാണിക്കും. അതുപോലെ വിവാഹം കഴിഞ്ഞ് അമ്മായിമ്മയുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് അതൊരു പുനർജന്മമാണ് അവിടെ സംഭവിക്കുന്നത്. മറ്റൊരു മാതാപിതാക്കളെ കിട്ടുന്നു, ഭർത്താവുണ്ട്. പക്ഷേ അവർ അവരുടെ മുഴുവൻ ജീവിതവും ആ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. എല്ലാ വിധത്തിലും ആ സഹോദരിമാരെ ഞാൻ നമിക്കുന്നു, അവരോട് നന്ദി പറയുന്നു. അത് വളരെ അഭിമാനകരമായ കാര്യമാണ്. നമ്മുടെ സംസ്കാരത്തിൽ ഭാര്യ എന്ന ആ ഒരു വികാരം ആ 7 പ്രാവശ്യം ചുറ്റുമ്പോൾ അവരവരുടെ ഭർത്താവിനെ ദൈവത്തിന് തുല്യമായി കരുതും. ഇത് വെറുതെ വാക്കുകളല്ല, നമ്മുടെ സംസ്കാരമാണ്. ഭർത്താവ് അതുപോലെ തന്നെ കരുതാറുണ്ടോ? എന്തുകൊണ്ട് വിചാരിക്കില്ല? അതുകൊണ്ടല്ലേ രണ്ടുപേരും ഒന്നിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജന്മം ഒന്നല്ല, 7 ജന്മങ്ങൾ വരെ സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു. 7 ജന്മത്തിലും, ഈ ജന്മത്തിലല്ല, അടുത്ത ജന്മത്തിലല്ല, അടുത്ത ജന്മത്തിലല്ല, എല്ലാ ജന്മത്തിലും ഭർത്താവായി ഇദ്ദേഹം വരണമെന്ന് വിചാരിക്കും. അതുപോലെ ഭാര്യ വന്നു കഴിഞ്ഞാൽ ഇവൾ തന്നെ വരണമെന്ന് ഭർത്താവ് വിചാരിക്കുന്നത് ചേർന്നിരിക്കും. അതുകൊണ്ടാണ് നമ്മളുടെ ദൈവങ്ങൾ പോലും, നിങ്ങൾ ശ്രീരാമനെ ഓർത്ത് സീതാദേവിയെ ഓർത്തില്ലെങ്കിൽ കഥ പകുതിയിൽ നിൽക്കും. രാധയെ ഓർത്തില്ലെങ്കിൽ കൃഷ്ണന്റെ കഥ പകുതിയിൽ നിൽക്കും. പാർവതി ദേവിയെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പാർവതിയുടെ ഭർത്താവ് മഹാദേവന്റെ കഥയും പൂർണ്ണമാകില്ല. നമ്മുടെ ദൈവങ്ങളും ഇത് തന്നെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അതാണ് സംസ്കാരം. പക്ഷേ കൃഷ്ണനെ പറ്റിയും താങ്കൾ കുറ്റം ആരോപിക്കുന്നു. അതുപോലെ വെണ്ണ മോഷ്ടാവെന്ന് പറയാൻ പാടില്ലെന്നും പറയുന്നു. അതൊരു സന്ദർഭത്തിൽ ഒരു സമയത്ത് കൃഷ്ണന്റെ ലീലകളെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയായിരുന്നു. എനിക്ക് ഈ കാര്യത്തിലൊക്കെ, ഞാൻ വേദ പണ്ഡിതനൊന്നുമല്ല, ധർമ്മത്തെക്കുറിച്ച് എനിക്കറിയില്ല. ഒരു മുഖ്യമന്ത്രി അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഞാൻ എന്തു വിചാരിച്ചു, കംസൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവും, കൃഷ്ണൻ വെണ്ണ കഴിച്ച് ബലവാനാകുന്നെന്ന്. അതും ഒരു ഭാഗത്ത് ഉണ്ടാകാമെന്ന് ഞാൻ പറഞ്ഞതുപോലെ ആരോ എഴുതിയത് ഞാൻ വായിച്ചു, അല്ലാതെ ഞാൻ സീരിയസ് ആയിട്ടൊന്നും പറഞ്ഞതല്ല. അങ്ങനെയാണെങ്കിൽ മോദി കൃഷ്ണ ഭഗവാന്റെ സുദർശന ചക്രത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്ന എയർ ഡിഫൻസ് സിസ്റ്റം സുദർശന ചക്രം പോലെ തന്നെ ഉണ്ടായിരിക്കുമെന്നും. ആ പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് നമ്മുടെ കഴിഞ്ഞകാലം നോക്കുകയാണെങ്കിൽ കൃഷ്ണന്റെ ലീലകൾ സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സർക്കാർ തീരുമാനിച്ചു, അതായത് മധുരയാവട്ടെ അല്ലെങ്കിൽ ദ്വാരക ആകട്ടെ, അതായത് സാന്ദീപനി ആശ്രമത്തിലേക്ക് പഠിക്കാൻ വന്നു. അതുപോലെ പരശുരാമൻ ജനിച്ച സ്ഥലമായ ജനപ്പാവിൽ ഭഗവാൻ കൃഷ്ണന് സുദർശന ചക്രം നേരിട്ട് പരശുരാമൻ തന്നെ നൽകി. അതുകൊണ്ട് സുദർശന ചക്രത്തിന്റെ മാഹാത്മ്യം 5 വർഷം മുൻപേ തന്നെ ഈ ലോകം കണ്ടിട്ടുണ്ട്. മോഡിജിയുടെ നേതൃത്വത്തിൽ സുദർശന ചക്രം പോലെ ഇന്ത്യ സുരക്ഷിതമായിരിക്കും. അതൊരു വലിയ ഭാഗ്യമാണ്. അദ്ദേഹം 2 മോഹന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് സുദർശന ചക്രം ചുറ്റിയ മോഹൻ, മറ്റൊരു മോഹൻ ചർക്ക ചുറ്റിയ മോഹൻ. അദ്ദേഹം മധ്യപ്രദേശിലെ മോഹനെ മറന്നിരിക്കുകയാണ്. അതായത് മോഡിജി ആരെയും മറക്കില്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്, മോഡിജിയാണ് യഥാർത്ഥ മോഹൻ എന്ന് ഞാൻ പറയും. കാരണം മോഹൻ എന്ന് പറയുന്നത് നമ്മൾ വേർപിരിച്ച് നോക്കിയാൽ അതിൻ്റെ അർത്ഥം വരുമെന്ന്. ആരെയാണ് മോഹൻ എന്ന് പറയാ? മൻമോഹൻ സിംഗ്. വേറെ കൂടുതലും സംസാരിക്കുന്നത് മൻമോഹൻ സിംഗിനെ കുറിച്ച്. വേറെ ആർക്കാണോ ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുന്നത് ആ വ്യക്തിയാണ് മോഹൻ. മോഡിജി അങ്ങനെയാണ്. ജനസേവയാണ് അദ്ദേഹത്തിനെല്ലാം. എപ്പോഴും ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് വ്യക്തിപരമായ ആഗ്രഹങ്ങളൊന്നുമില്ല. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. പബ്ലിക്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
നിങ്ങളുടെ മിക്കവാറും റീൽസും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. നിങ്ങൾ എപ്പോഴും ട്രെൻഡിങ്ങിലുമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് സർ? അതായത് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എനിക്ക് കച്ചോരി കഴിക്കണമെന്ന് തോന്നിയാൽ ഞാൻ റോട്ടിലിറങ്ങി കഴിക്കും. മുഖ്യമന്ത്രി ആണെങ്കിൽ എന്താ, അതാരെങ്കിലും ഷൂട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല. അതായത് എന്റെ ജീവിതത്തിൽ മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും ഞാൻ എന്ത് ജോലി ചെയ്താലും എപ്പോഴും എന്റെ ജീവിതത്തിൽ ഞാനൊരു സാധാരണക്കാരനായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണെന്ന് ഇവർ പ്രചരിപ്പിക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. എനിക്ക് അങ്ങനെയുള്ള യാതൊരു മോഹങ്ങളുമില്ല. എന്റെ ഫോട്ടോ വരണം, എന്റെ വീഡിയോ വരണം, അങ്ങനെയുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോഴൊക്കെ റീൽസ് വളരെ പ്രസിദ്ധമായിരിക്കുകയാണ്. എല്ലായിടത്തും ജനങ്ങൾ റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്. താങ്കൾ ചോളം കഴിക്കുന്നത്, ചായ കുടിക്കുന്നത്, പക്കോട കഴിക്കുന്നത്, ഇതെല്ലാം ഇപ്പോൾ വളരെ ഫേമസ് ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ വളരെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം നമ്മുടെ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് യഥാർത്ഥ സന്തോഷം നൽകും. ഇപ്പൊ ഞാൻ ബച്പനിയിൽ നിന്നും പുറപ്പെടും. ഞാൻ അവിടുന്ന് പുറപ്പെടുമ്പോൾ മാമ്പഴ സീസൺ ആയിരിക്കും. നമ്മുടെ സഹോദരിമാർ ചെറിയ ചെറിയ കൂടകളിൽ മാമ്പഴം വെച്ചുകൊണ്ട് വിൽക്കുന്നുണ്ടാകും. അപ്പം ഞാൻ ഇറങ്ങി മാമ്പഴം മേടിച്ച് അവിടെ നിന്ന് കഴിക്കും. അവരുടെ കുട്ടികൾ കൂടെയുണ്ടെങ്കിൽ കുട്ടികളെ തീർച്ചയായും സ്കൂളിലേക്ക് അയക്കുമെന്ന് പറയും. ഇങ്ങനെ ചെയ്യുന്നതെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. കൂടുതൽ സംസാരിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മുസ്ലിം സ്ത്രീയുടെ കുട്ടിയെ താങ്കൾ എടുക്കുകയാണ്. അവർ താങ്കളെ സെൽഫി എടുക്കുകയാണ്. അതിപ്പോൾ ജനങ്ങളെ ഞാൻ കാണിക്കാൻ പോവുകയാണ്. അതിനുശേഷം താങ്കളുടെ റിയാക്ഷനെ കുറിച്ച് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ജനങ്ങളെല്ലാവരും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് സത്യമാണ്, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ. അതായത് ഞങ്ങളുടെ കുടുംബത്തിലും ഇങ്ങനെയുള്ളൊരു സംസ്കാരമുണ്ട്. ഞങ്ങളോടൊപ്പം എല്ലാ സഹോദരിമാരുമുണ്ട്. ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ ആയിരക്കണക്കിന് സഹോദരിമാരെ എനിക്ക് രാഖി കെട്ടും. അതോടനുബന്ധിച്ച ഒരു സംഗതിയാണ് ഇപ്പൊ കാണുന്നത്. ഒരു ജ്യേഷ്ഠൻ തന്റെ സഹോദരിയുടെ കുഞ്ഞിനെ എടുക്കുന്നത് കൊണ്ട് സഹോദരിക്ക് ഒരു പ്രശ്നവുമില്ല. അവർ ശാന്തമായി സന്തോഷത്തോടെ കുഞ്ഞിനെ നൽകുന്നു. എല്ലാവരും എനിക്ക് സഹോദരികളെ പോലെയാണ്. എനിക്ക് അഭിമാനം തോന്നുന്നു. ഈ കാലഘട്ടത്തിൽ എല്ലാവരും എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. അവർക്ക് എല്ലാവർക്കുമുള്ള ഉത്തരമാണിത്. ഒരു സംസ്ഥാനത്തിന്റെ തലവൻ യാതൊരു വ്യത്യാസവുമില്ലാതെ സാധാരണ പൊതുജനങ്ങളുമായി, ഒരു മുസ്ലിം സഹോദരിയുമായി ഒരു ജ്യേഷ്ഠന്റെ സ്നേഹം നൽകുന്ന കാഴ്ച. അവരുടെ കുഞ്ഞ് എന്റെ കയ്യിലേക്ക് വരുന്നു. അവരുടെ ഭർത്താവും കൂടെയുണ്ട്. എന്നെ കുഞ്ഞിന്റെ അമ്മാവനായി കണക്കാക്കാം. ഭർത്താവും നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ